ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും പറയുന്ന റെമഡികൾ ചെയ്യുന്നുണ്ട്, ആ ചെടിയുടെ റെമഡിയൊക്കെ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം ചെടിയുടെ റെമഡി എന്ന് പറയുന്നത് നല്ലൊരു അഫർമേഷൻ തന്നെയാണ്. നിങ്ങളത് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ സ്വർണ്ണമോ പണമോ കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് ആ കാലതാമസം ഒന്ന് മാറിക്കിട്ടും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതിനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ വരുന്നതിനും കാരണമാകും. ചെടിയുടെ റെമഡി ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. നിങ്ങൾ ഒരു തൈച്ചെടി വാങ്ങിച്ച് അത് നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ മദർ, ഈ ഒരു ഭൂഗോളത്തിലെ മൊത്തം എനർജിയായിട്ട്, അതിൻ്റെ സൃഷ്ടാവായിട്ട് ഈ എനർജിയുടെ സൃഷ്ടാവായിട്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നടുക. നട്ടതിന് ശേഷം നിങ്ങൾ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളം സൂര്യ ഉദിച്ചു വരുന്ന സമയത്തും സൂര്യാസ്തമിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള എനർജി ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് എടുക്കത്തില്ലേ, ആ ഒരു ഇതുപോലെ നിങ്ങൾ കുറച്ച് ഒരു കപ്പിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ വെള്ളം എടുത്തിട്ട് ആ വെള്ളം കൊണ്ട് നിങ്ങൾ ഒരിടത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇതായിരിക്കണം: നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എനിക്കത് കിട്ടിയതിന് നന്ദി. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞിട്ട്, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നതിന്, എന്നോട് ബ്ലോക്ക് മാറ്റി എന്നോട് സംസാരിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് നിങ്ങൾ ആ വെള്ളം ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരുപാട് ഇതുപോലെ നിങ്ങളുടെ കൈ രണ്ടെണ്ണവും ഇങ്ങനെ നല്ല രീതിയിൽ ശക്തിയായി ചൂടാവുന്നത് വരെ ഇങ്ങനെ ആക്കിയിട്ട് ആ വെള്ളത്തിന് മുകളിലോട്ട് ഇങ്ങനെ വൈബ്രേഷൻ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഓറ പവർ ആ വെള്ളത്തിന് കൊടുക്കുക. ആ വെള്ളത്തിന് കൊടുക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്: നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് സാധിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് ഇത്രയും സന്തോഷത്തോടെ മനസ്സിൽ ദുഃഖിക്കരുത് ഒരിക്കലും. നിങ്ങൾ പേഴ്സൺ ചെയ്ത ഒരു നെഗറ്റീവ് ആ സമയത്ത് ചിന്തിക്കരുത്. എല്ലാം പോസിറ്റീവ് ചിന്തിച്ച് വന്നതിന് നന്ദി പറഞ്ഞിട്ട് ആ വെള്ളത്തിൻ്റെ കണ്ണാടി ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ആ വെള്ളത്തിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് ഒരു 2-3 മിനിറ്റ് നോക്കി നിൽക്കുക. കുറേ നേരം നോക്കി നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ആദ്യം ഫീൽ ചെയ്തില്ലെങ്കിലും പിന്നീട് നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ഒരു വൈബ്രേഷൻ ആ വെള്ളത്തിൽ അനുഭവപ്പെടും. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ താങ്ക്സ് പറഞ്ഞ് ആ വെള്ളം എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് ചെടിക്ക് ഒഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾ യൂണിവേഴ്സ് മദറിന് കൊടുക്കുന്നത് പോലെ, യൂണിവേഴ്സ് ഫാദറാണെന്നുള്ള കാര്യം, ഞാൻ മദർ എന്ന് പറയുന്നത് ഫീമെയിൽ ആയതുകൊണ്ടല്ല, ഇതെല്ലാം സൃഷ്ടാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ മദർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ജെൻഡർ വ്യത്യാസമില്ല, മെയിലാകാം ഫീമെയിലാകാം. കാരണം സൃഷ്ടാവ്, ഈ യൂണിവേഴ്സിനെ സൃഷ്ടിച്ച ഒരു ശക്തി. അപ്പം സൃഷ്ടി മൊത്തവും വരുന്നത് ഒരു അമ്മയിൽ നിന്നായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ, ഒരു സ്ത്രീയിൽ നിന്നായതുകൊണ്ടാണ് അമ്മ എന്ന് തന്നെ അതിനെ വിളിച്ച് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് മദറിൽ ആണ് എന്ന്, ഈ സൃഷ്ടാവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വെള്ളം ചെടിക്ക് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ നന്ദി പറയും. നിങ്ങളുടെ പേഴ്സൺ വന്നതിന് നന്ദി, യൂണിവേഴ്സിന് നന്ദി, ഈ ചെടിക്ക് നന്ദി. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരെന്നോട് ക്ഷമിക്കണമേ, ഞാൻ അവരോട് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പോസിറ്റീവ് എനർജി വേണം ആ ചെടിയിലേക്ക് നിങ്ങൾ പകർത്തി കൊടുക്കാൻ. ഇത് കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന കൂടി ഇതിലുണ്ടെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും, പക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കൂടി നിങ്ങൾ അറിയിക്കേണ്ടതാണ്. താങ്ക് യു.
നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എനിക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള ഉത്തരം നൽകണമേ. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും കറക്റ്റായിട്ട് അവരുടെ എനർജി എല്ലാം പിക്ക് ചെയ്ത് തന്നെ അവർ മനസ്സിലെന്താണോ എത്രയും പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുന്നത് അത് അവരിലേക്ക് കടന്നു വരണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവരുടെ പേഴ്സൺ അവരെക്കുറിച്ച് ഇന്നലെ എന്താണ് ചിന്തിച്ചത്? പോസിറ്റീവ് എനർജി നൽകണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പേഴ്സൺ അവരെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത് അത് ഈ ഒരു ടാരോ റീഡ് വഴി അവരെ അറിയിക്കുവാൻ യൂണിവേഴ്സ് സഹായിക്കണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. സഹായിക്കണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ടാരോ റീഡ് വഴി ഈ വ്യൂസിനെ അറിയിക്കുവാൻ സഹായിക്കണമേ. പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ വിചാരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൺ അവരെക്കുറിച്ച് ഇന്നലെ എന്താണ് ചിന്തിച്ചത്? പ്ലീസ് ഗൈഡ് മീ. ഇന്നലെ രാത്രി എന്താണ് ചിന്തിച്ചത്? പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. എന്താണ് ഈ വീഡിയോ കാണുന്ന പേഴ്സണിനെ കുറിച്ച് വീഡിയോ കാണുന്ന വ്യക്തിയെക്കുറിച്ച് അവരുടെ പേഴ്സൺ ചിന്തിച്ചത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. വീഡിയോ കാണുന്ന വ്യക്തിയെക്കുറിച്ച് അവരുടെ പേഴ്സൺ എന്താണ് ഇന്നലെ ചിന്തിച്ചത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എനിക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള റിസൾട്ട് എന്താണോ അവർ ചിന്തിച്ചത്, എന്താണോ അവർ പ്രവർത്തിക്കാൻ പോകുന്നത്, എല്ലാം അതിൻ്റേത് കറക്റ്റായിട്ട് തന്നെ ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. യൂണിവേഴ്സ് എന്നെ ഗൈഡ് ചെയ്തതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വന്നിരിക്കുന്നത് 12 നമ്പറാണ്. ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. 3 നമ്പർ വന്നിട്ടുണ്ട്. ദ എംപ്രസ് വന്നിട്ടുണ്ട്. 9 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ പേഴ്സൺ ഇന്നലെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്, ഇതുവരെയും അവർ ഏത് രീതിയിലാണോ നിങ്ങളെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു വ്യൂ പോയിൻറ്റിലൂടെയായിരുന്നു നിങ്ങളെ ഇതുവരെയും നോക്കിയിരുന്നത്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾക്ക് ഓരോരോ വ്യൂ പോയിൻ്റ് ആയിരിക്കും അല്ലേ? ഞാൻ പറയുന്ന അതേ വ്യൂവിൽ ആയിരിക്കത്തില്ല മറ്റൊരു വ്യക്തി ആ ഒരു കാര്യത്തെ കാണുന്നത്. അവർക്ക് അവരുടേതായ വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും നാളും ഇവിടെ നിന്ന് നോക്കുമ്പോൾ 6 തിരിച്ച് നോക്കുമ്പോൾ 9 എന്ന് പറയുന്ന കണക്ക് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും അവരുടെ വ്യൂ പോയിൻറ്റിൽ നിന്നുകൊണ്ട് ഇത് 9 നിങ്ങൾ ഇപ്പുറത്ത് നിന്ന് അല്ല ഇത് 6 എന്നിങ്ങനെ ഒരു നമ്പറിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് ഇങ്ങനെ നിങ്ങൾ തർക്കിച്ചുകൊണ്ട് നിന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ റിലേഷനെ കുറിച്ച് അവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ റിലേഷനെ തകർക്കാൻ വേറെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ തങ്ങൾ തെറ്റിക്കാൻ ഇന്ന വ്യക്തികൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ അവരുടെ വാക്കുകൾ വിശ്വസിക്കരുത് എന്നെല്ലാം നിങ്ങളുടെ പേഴ്സണോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രി ചിന്തിക്കുകയായിരുന്നോ? എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം നിങ്ങൾ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ സൈഡിലോട്ട് വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനെന്ന് വെച്ചിട്ട് നിങ്ങളുടെ സൈഡിൽ വന്നിട്ട് ഇത് 6 മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഓക്കെ, അവർക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ച് അവർ നല്ല രീതിയിൽ ചിന്തിക്കുകയുണ്ടായി. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്നും ഇതുവരെയും ഉണ്ടായ കാര്യങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ അതിൽ നിന്നും എല്ലാം മൂവ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവന്ന് ശരിയായ രീതിയിൽ തന്നെ നിങ്ങളുമായിട്ടൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന്
നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരു രാഹുവിൻ്റെ ഈ അവർ തൂങ്ങിക്കിടക്കുന്നതിൽ ഒരു 4 നമ്പർ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു 4 നമ്പറാണ്. ഓക്കെ, ആ ഒരു 4 നമ്പർ രാഹുവാണ്. രാഹുവിൻ്റെ ചെറിയൊരു അപഹാരം നിങ്ങളെ ഈ റിലേഷനെ ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് ദുഃഖത്തിലാണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പം ഒരു ഗ്രോത്ത് ഉണ്ട് എങ്കിൽ പോലും അവർക്ക് ശരിയായ ഒരു രീതിയിലൊന്നും റിലേഷനെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ക്ലാരിറ്റി എന്തായാലും അവർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, ഇത് ചാരിയറ്റാണ്. അവർ ചിന്തിക്കുകയുണ്ടായി നിങ്ങളിലേക്ക് കടന്നു വരണം. ഇതുവരെയും നിങ്ങളിൽ വരാതിരിക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ റിലേഷനെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നതിന് കാരണം എന്താണ്, നിങ്ങളിലേക്ക് ചെല്ലരുത് അല്ലെങ്കിൽ വരരുത് എന്ന് ഈ വ്യക്തി പറയുന്നതിന് കാരണം, നെഗറ്റീവായിട്ട് അവരോട് എന്തുകൊണ്ട് സംസാരിക്കുന്നു, ഈ റിലേഷനിൽ എന്ത് നെഗറ്റീവാണ് അവർ കാണുന്നത് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു റിസൾട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ചിന്തിക്കുന്നതിന് നിങ്ങളുടെ പേഴ്സൺ തയ്യാറാവുകയാണ്. ദ ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. 7 നമ്പറാണ് വന്നിരിക്കുന്നത്. 7 നമ്പർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ റെസനേറ്റ് ആകും. ജൂലൈ മാസമാണ് വന്നിരിക്കുന്നത്. 3 നമ്പർ മാർച്ച് നമ്പർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ റെസനേറ്റ് ആകും. 12 നമ്പർ റെസനേറ്റ് ആകും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 1 വർഷമായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 7 മാസം, 7 വർഷം. ഓക്കെ, നിങ്ങളെ തന്നെ നോക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അവരിപ്പം അവരുടെ ഏത് പ്രവൃത്തിയിൽ തന്നെ ആയിരുന്നാലും അവർ ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കാം, സക്സസ് ആയിട്ടുണ്ടായിരിക്കാം അവരുടെ ലൈഫിൽ. അവരുടെ തെറ്റുകുറ്റങ്ങൾ അവർ പണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആയിരുന്ന സമയത്ത് ഒരുപാട് മോശമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളയും അവരുടെ ഇഷ്ടമനുസരിച്ച് ഒരുപാട് ജീവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരുടെ ലൈഫിനെ, അവരുടെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്നു. കാരണം ഈ സിംഹാസനത്തിൻ്റെ പുറകിൽ ഒരു മെഷർമെൻറ്റ്, ഒരു സ്കെയില് പോലത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരെല്ലാം നോക്കുന്നത് എല്ലാം അളന്ന് മുറിച്ച് ഞാൻ ചെയ്യേണ്ടത് എന്താ, അത് ചെയ്തുകൂടാ എന്നുള്ള തിരിച്ചറിവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ ഏറ്റവും കറക്റ്റായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണ്. നിങ്ങളെ തന്നെ നോക്കുകയാണ്. നിങ്ങളുടെ ഗ്രോത്തിനെ അവർ കാണുകയാണ്. നിങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്നും നിങ്ങൾ എന്ത് പ്രതിസന്ധിയും നിങ്ങൾ തരണം ചെയ്യുമെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി അവർ നിങ്ങളുമായിട്ടുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരവസാനമുണ്ടാവണം, ഒരു നെഗറ്റിവിറ്റിക്കെല്ലാം അവസാനമുണ്ടായി. ഈ റിലേഷനിൽ എന്താണ്, നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി തരണം. ഈ ഒരു റിലേഷനിൽ വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അവസാനിപ്പിച്ച് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. ഓക്കെ, നമ്പർ 13 ആണ് വന്നിരിക്കുന്നത്. 13 4 നമ്പറാണ്. വീണ്ടും രാഹുവിൻ്റെ പ്രശ്നമാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് ദുഃഖത്തിലാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെ റിലേഷനിലുള്ള ആർക്കെങ്കിലും കുറച്ച് എക്സ്പയർഡ് ആയിട്ടുണ്ടായിരിക്കും, ഡെത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, കുടുംബത്തിലോ അല്ലെങ്കിൽ റിലേഷനിലോ ആരെങ്കിലും എക്സ്പയർഡ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, 4 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഇത് എംപ്രസ്. നിങ്ങളെ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയായിട്ട് ഇപ്പോൾ അവർ കാണുന്നുണ്ട്. കാരണം അടുത്ത മറ്റൊരാളിൻ്റെ ജനലിൽ കൂടി അയൽക്കാരൻ്റെ ജനലിൽ കൂടി നോക്കിയെങ്കിൽ മാത്രമേ അവർക്കുള്ളവരുടെ സൗന്ദര്യം കാണൂ. കൂടെ നിൽക്കുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും വലിയ സൗന്ദര്യവും വലിയ അട്രാക്ഷനും അല്ലെങ്കിൽ ഇത്രയും കഴിവും ഒക്കെ ഉണ്ടെന്ന്, നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നു എന്നൊന്നും അവർ ആ ഒരു സമയത്ത് അറിയത്തില്ല. നിങ്ങളിൽ നിന്ന് അകന്നു പോയതിന് ശേഷമായിരിക്കും അറിയുന്നത് നിങ്ങൾക്ക് ഇത്രയും സൗന്ദര്യവും കഴിവും, നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണം കേപ്പബിളുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ മനസ്സിലാകുന്നത് പിന്നീടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. എന്തായാലും കൂടെ നിന്ന സമയത്ത് ഇതൊന്നും കാണാനുള്ള കണ്ണ് അവർക്കില്ലായിരുന്നു.
ഇപ്പം എന്തായാലും മാറി ചിന്തിക്കാനുള്ള കാരണങ്ങളുണ്ടായി. അവരുടെ ലൈഫിൽ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി അവർക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരുടെ ജീവൻ തന്നെ അപകടപ്പെടുന്ന രീതിയിൽ തന്നെയായിരിക്കും ചിലപ്പോൾ അവർ കടന്നു പോയിട്ടുള്ളത്. അല്ലെങ്കിൽ മാനസികമായി അത്രയേറെ ഡിപ്രഷനിൽ കൂടി തന്നെയായിരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് പ്രാവശ്യവും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ഓഫറുമായിട്ട് ചെന്നിരുന്ന് അവർ എന്തൊക്കെ തെറ്റ് കാണിച്ചിരുന്നാലും ശരി തന്നെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. ഒരിക്കലും ഒരു വ്യക്തികളും ക്ഷമിച്ചു പോലും കൊടുക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായി. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളെപ്പോലെ മറ്റേതെങ്കിലും വ്യക്തി ഇതിന് മുന്നേ അവർക്ക് റിലേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ നിങ്ങൾ കൊടുത്തിരുന്നത് പോലെ ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ക്ഷമ, അവർ കാണിക്കുന്ന ഓരോ തെറ്റുകൾക്കും ക്ഷമ കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് പോലെ മറ്റൊരു വ്യക്തികളും കൊടുത്തില്ല എന്നവർ ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നിരുന്ന ഓഫറൊന്നും സ്വീകരിക്കാതെ ഇരുന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സൗന്ദര്യത്തോടു കൂടി ചിന്തിക്കുകയാണ്. നിങ്ങൾക്കിപ്പം നിങ്ങൾ എന്തുകൊണ്ടും ക്യൂൻ ഓഫ് സോഡ്, ക്യൂൻ ഓഫ് കപ്പ്, ക്യൂൻ ഓഫ് വാൺസ് ഇതെല്ലാം ചേർന്നത്, കാരണം അതിൽ വരുന്ന എനർജികളെല്ലാം ചേർന്നിട്ട് ഏറ്റവും വലുത് ആ എനർജികളെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഉള്ളൊരു എനർജിയാണ് ദ എംപ്രസ് വന്നിരിക്കുന്നത്. അപ്പം ആ എനർജികളെല്ലാം നിങ്ങൾ സ്ട്രോങ് ആണ്. നിങ്ങൾ മൈൻഡ് പരമായിട്ടും സ്ട്രോങ് ആണ്. നിങ്ങൾ ഫയർ എനർജി, വാട്ടർ എനർജി, എർത്ത് എനർജി എല്ലാം പെൻറ്റിക്കിൾ പരമായിട്ടാണെങ്കിലും ശരി തന്നെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ട്. നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ കാണുന്ന ഹാർമണിയാണ് ഈ മൊത്തം നിങ്ങളിൽ വന്നിരിക്കുന്നത്. എവിടെ നിങ്ങൾ ചെന്നിരുന്നാലും അനുഗ്രഹവും ഗ്രോത്തും ഒക്കെ നിങ്ങൾ ആരോടൊപ്പമാണോ, നിങ്ങളുടെ കൂടെ ആര് ചേർന്ന് നിന്നാലും എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടാകും. നിങ്ങളൊരു ദൈവികതയുള്ള വ്യക്തിയാണെന്നും നിങ്ങളിൽ ബ്ലെസ്സിങ് ഒരുപാടുണ്ടെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിരിക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടുമെന്നും നിങ്ങളൊരു വിളക്കാണെന്നും നിങ്ങൾ എവിടെ ആയിരുന്നാലും അനുഗ്രഹിക്കപ്പെടും, അതുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രി ചിന്തിക്കേണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ഹെയർ കളർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരിക്കും എനിക്ക് ഹെയർ കളർ ചെയ്യണമെന്ന്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള വ്യക്തിയാണെന്ന്, നിങ്ങൾ ബ്യൂട്ടിയെ സംരക്ഷിക്കുന്ന വ്യക്തിയാണെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും കണ്ണാടിയിലൊക്കെ നോക്കി മീശയും താടിയൊക്കെ നല്ല രീതിയിൽ ഷേപ്പും കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഫീമെയിലായാലും മെയിലായാലും ശരി തന്നെ എപ്പോഴും കണ്ണാടിക്ക് മുന്നിൽ സ്വന്തം സൗന്ദര്യത്തെ ഏറ്റവും കൂടുതൽ, അതൊരു മോശം കാര്യമല്ല, ഏറ്റവും നല്ലൊരു കാര്യമാണ് സ്വന്തം സൗന്ദര്യത്തെ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് എനർജിയാണ്. സെൽഫ് ലവ് ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഒരു കാര്യത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നു എന്നും നിങ്ങളിപ്പം കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിക്കഴിഞ്ഞു എന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹവും നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാണെന്നും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ദയയുണ്ടെന്നും നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്നും മറ്റൊരാളിനെയും ചതിച്ച് ഒരു രൂപ പോലും അല്ലെങ്കിൽ ഒരു കാര്യവും നിങ്ങൾ സ്വന്തമാക്കില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നേടിയിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. സിംഗിൾ പേരൻ്റ് ആവാൻ സാധ്യതയുണ്ട്. എൻ്റെ എനർജി കാരണം സിംഗിൾ പേരൻ്റ് വരും, കാരണം എൻ്റെ വ്യൂവേഴ്സിൽ ഒരുപാട് പേരും സിംഗിൾ പേരൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ എനർജി കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ ധരിച്ചിരിക്കുന്നത് ഒരു ലൂസ് ആയിട്ടുള്ളൊരു ഗൗണാണ്. ലൂസ് ഗൗൺ ധരിക്കുന്നത് എപ്പോഴും പ്രഗ്നൻസി പീരിയഡ്സിലാണ് കൂടുതലും സ്ത്രീകൾക്ക് ലൂസ് ഗൗൺ ധരിക്കുന്നത്. അത് ഏറ്റവും വിലപിടിപ്പുള്ള ഗൗണാണ്. സാമ്പത്തികമായിട്ടും നിങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരെ കഴി മുന്നിലാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. തൻ്റെ ഫാമിലിയെ പ്രതിയായിരിക്കാം ബേർഡൻ അനുഭവിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് റിലേഷൻ ഇല്ലാത്തത് കൊണ്ട്, നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരിക്കുന്നതുകൊണ്ട്
ചിലപ്പം ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ ഒരുവിധ ബേർഡൻ അനുഭവിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിച്ചു എന്നും നിങ്ങൾ ഈ ഒരു നിലയിലെത്തിയത് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അറിവുള്ളതായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സഹനങ്ങൾ സഹിച്ചാണ് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ എത്തിയതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഫാമിലിയെ പ്രതിയോ അല്ലെങ്കിൽ ജോലിപരമായിട്ടോ ഒരുപാട് ബേർഡൻ ചുമക്കുന്നുണ്ട്. അവർക്ക് മാനസികമായിട്ട് തന്നെ അവർ തകർന്ന അവസ്ഥയിലാണ്. അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈം പോലുമില്ല. ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോ ഭാരങ്ങൾ, ഓവർ തിങ്കിങ് എല്ലാം അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. എന്ന് തീരും ഈ കഷ്ടമെന്ന് അവർക്ക് ഒരു അറിവുമില്ല. കാരണം അവർ മുന്നോട്ടുള്ളതൊന്നും തന്നെ കാണുന്നില്ല. അവർക്കൊരു ലക്ഷ്യം അവരുടെ മുന്നിൽ തെളിഞ്ഞ് കാണുന്നില്ല. കാരണം അവർ ഫേസ് വെച്ചിരിക്കുന്നത് താഴോട്ടും ഭൂമിയിലോട്ട് നോക്കിയിട്ടാണ്. കാരണം അവർ നേരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവർക്ക് റെസ്റ്റ് ചെയ്യാൻ തക്കവണ്ണമായിട്ടുള്ള ഒരു ഗ്രാമം അവിടെ കാണുന്നുണ്ട്. പക്ഷേ അവർക്കത് കാണാൻ കഴിയുന്നില്ല. അവരിപ്പോഴും ചിന്തിക്കുകയാണ്, അവർ ഏറ്റവും വലിയ ബേർഡനെ കൂടി കടന്നു പോവുകയാണ്. അവരെ കൊണ്ട് ഇത് ടോളറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല, ഇത് സഹിക്കാൻ അവർക്ക് കഴിയത്തില്ല. അവർ എത്ര ദൂരം ഇനി പോകേണ്ടി വരും, ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാലോ, എനിക്കിനി മുന്നോട്ട് പോകാൻ സഹിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ അവരുടെ ഫാമിലി പരമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത് അനുഭവിക്കുന്നത്. കാരണം ഇവിടെ 9 ഓഫ് കപ്പും കൂടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയിൽ അവർക്ക് ഒരുപാട് ബേർഡൻ അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ളത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഫാമിലി തന്നെയാണ്. ഫാമിലിയിൽ നിന്ന് അവർ ഒരുപാട് ബേർഡൻ ചുമക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ സുഖമില്ലാതെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർ നേരിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ജോലി എന്തെങ്കിലും പ്രശ്നം വന്നിട്ടിരിക്കുകയും ആ ജോലിയിൽ കടന്നു പോകുന്നതിനോ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ചെയ്യുന്നതിനൊക്കെ അവർ ഒരുപാട് തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഓക്കെ, അവർ പല വ്യക്തികളിൽ നിന്നും പണം കടം ചോദിക്കുകയും അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് അവർ ഓടി നടക്കുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടുന്നത് നിങ്ങൾ ചോദിക്കാതെ തന്നെ അവർക്ക് ഒരു കാര്യങ്ങളും അവരിങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ചിലപ്പോൾ അവരുടെ സങ്കടം പറഞ്ഞാൽ മതി, ആ സമയത്ത് അവരാഗ്രഹിക്കുന്ന എന്താണോ അത് അവരുടെ കൺമുമ്പിൽ എത്തിയിരിക്കും. ആ ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേസുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിലോ അവരുടെ ഇടയിലോ നടക്കുന്നുണ്ടായിരിക്കും. അവർ ചിലപ്പോൾ ഏതെങ്കിലും കേസിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ ഡിവോഴ്സ് കേസിലോ മറ്റോ പെട്ടിരിക്കുന്നുണ്ടായിരിക്കും. അതിൽ അവരൊരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കേസ് പരമായിട്ട് അവർ ടെൻഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുടുംബപരമായിട്ടുള്ള കേസായിരിക്കാം കൂടുതലും വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഫാമിലി കാർഡിനെയാണ് 9 ഓഫ് കാർഡ് ഒരു ഫുൾഫിൽമെൻറ്റിനെയാണ് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഇത് ജസ്റ്റിസ് വന്നിരിക്കുന്നത്. അവരുടെ ഇമോഷനെയാണ് ജസ്റ്റിസ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയുമായിട്ടോ നിങ്ങളുമായിട്ടോ ഒരു ഇമോഷണൽ പരമായിട്ടുള്ളൊരു കോടതി കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് നീതികേടാണ് കാണിച്ചത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരിതുവരെയും മറ്റ് പല കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. നിങ്ങളെ കഴിയും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും അവർ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വാല്യൂ തരണമെന്നും നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് കടന്നിരിക്കുന്നുവെന്നും നിങ്ങൾക്ക് ഡിവൈൻ പവർ ഉണ്ടെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും നിങ്ങളെ അവർക്ക് ലഭിക്കണമെന്ന് അവർ ഈ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജിയും കൂടെ നോക്കാം. നിങ്ങളുടെ ഇന്ന് രാത്രി തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തായിരുന്നു എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ നൈറ്റ് തോട്ട്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തായിരുന്നു നൈറ്റ് തോട്ട്? ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ നൈറ്റ് തോട്ട് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ
നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റേതും നിങ്ങൾക്ക് റെസനേറ്റ് ആകും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തായിരുന്നു നിങ്ങളുടെ ഇന്നലത്തെ നിങ്ങളുടെ നൈറ്റ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണെ പ്രതി എന്ത് ചിന്തയിലായിരുന്നു നിങ്ങൾ ഇന്നലെ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ചിന്തയിലായിരുന്നു നിങ്ങൾ ഇന്നലെ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ചിന്തയിലായിരുന്നു നിങ്ങൾ ഇന്നലെ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ചിന്തയിലായിരുന്നു നിങ്ങൾ ഇന്നലെ? ഏറ്റവും കറക്റ്റായിട്ടുള്ള ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള എനർജി പിക്ക് ചെയ്യാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥനയോടെയാണ് നിങ്ങളിരുന്നത്. വീണ്ടും സ്പീഡാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്പീഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എത്രയും സ്പീഡിൽ നിങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ ഇന്നലെ ചിന്തിച്ചിരുന്നു. തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു. കാരണം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്ന്, എത്രയും സ്പീഡിൽ എത്താവോ അത്രയും സ്പീഡിൽ എത്തണമെന്ന്, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മറികടന്ന് ഈ ഒരു സ്ട്രഗിളിൽ നിന്നെല്ലാം ചാടി അപ്പുറത്ത് കടന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. റെഡ് കളറാണ് വന്നിരിക്കുന്നത്. ആ കുതിരയുടെ കളറ് തന്നെ ഒരു റെഡാണ്. അപ്പം ഒരുപാട് പാഷനോട് കൂടി തന്നെ നിങ്ങൾ ചിന്തിച്ചു. നിങ്ങളുടെ ആഗ്രഹം സാധിക്കണം. ഡിവൈൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾ ഒരുപാട് ഇന്നലെ ഈ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നു. കാരണം അവരുടെ ആ ഒരു കിരീടത്തിൽ കാണുന്ന ആ ഒരു പങ്കുണ്ടല്ലോ, അത് ആ ഒരു ഇത് ഡിവൈൻ പവറിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരണമെന്ന് ഇന്നലെ രാത്രി നിങ്ങൾ ചിന്തിച്ചു. അത് എത്രയും സ്പീഡാണോ അത്രയും സ്പീഡ്. കാരണം ഇത്രയും സ്പീഡ് നിങ്ങളെന്തെങ്കിലും ചിലപ്പം സ്പീഡിന് സംഭവിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എന്തിനാണോ സ്പീഡ് കൂട്ടുന്നത് അത് നിങ്ങൾക്ക് പൂർണ്ണതയിലെത്താൻ കഴിയാതെ പകുതിക്ക് വെച്ച് നിന്ന് പോകും. അത് കാരണം ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇത്രയും സ്പീഡിൽ അതൊന്നും ചെയ്യരുത്, നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് വരണം എന്നും പറഞ്ഞ് ചിന്തിച്ചാൽ ആ കാര്യം നടക്കത്തില്ല. കാരണം ഒരു വണ്ടി ഓടിക്കുന്ന വ്യക്തി തന്നെയും അമിത വേഗതയിൽ പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ആക്സിഡൻ്റാണ് സംഭവിക്കുന്നത്. അത് കാരണം നിങ്ങളുടെ റിലേഷനിൽ അത്രയും ഈ സ്പീഡെന്ന് പറയുന്നത് ഏറ്റവും ഉള്ള കിങ് ഓഫ് സോഡ്, കിങ് ഓഫ് വാണ്ട്, കിങ് ഓഫ് കപ്പ്, കിങ് ഓഫ് പെൻറ്റിക്കിൾ, ഇതിലെല്ലാം വെച്ച് ഏറ്റവും സ്പീഡ് കൂടിയ ഇതാണ് ഇത് എയർ സൈനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത്രത്തോളം സ്പീഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണം. എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, അതിൻ്റേതായ രീതിയിൽ നടക്കുക എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തേർഡ് പാർട്ടി മാറിപ്പോകണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണോ നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത് ആ വ്യക്തി ഒഴിഞ്ഞു പോയെങ്കിൽ എന്ന് നിങ്ങൾ ഇന്നലെ ചിന്തിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊരു മാറ്റം എനിക്ക് സംഭവിക്കണമേ, ഇത്രയും പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണമേ, നിങ്ങളുടെ വൈഫായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കാം, ആര് തന്നെ ആയാലും നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമേ എന്ന് നിങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഇന്നലെ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തണമെന്ന്, എന്തൊക്കെ പ്രതിസന്ധി ആയിരുന്നാലും ശരി തന്നെ അതെല്ലാം മറികടക്കണമെന്നും തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറണമെന്നും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, 10 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും 10 ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ബേർഡൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ശകാരങ്ങളും അല്ലെങ്കിൽ ടെൻഷനും തരുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളിപ്പം ആയിരിക്കുന്ന സ്ഥാനത്ത്. അപ്പം നിങ്ങൾ ഫാമിലിയിൽ എന്തായിരുന്നാലും നിങ്ങൾ ഹാപ്പി ആവാൻ ശ്രമിച്ചിരുന്നാലും അത് നടക്കുന്നില്ല. നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് എല്ലാവർക്കും റെസനേറ്റ് ആകുമോ എന്നറിയില്ല, എങ്കിലും റെസനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. കിങ് ഓഫ് വാൺസ് ആണ് വീണ്ടും വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൺസിനെ ക്ലാരിഫൈ ചെയ്ത് കിങ് ഓഫ് വാൺസ് തന്നെ വന്നിരിക്കുന്നു. നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഏറ്റവും നല്ല ഒരു നിമിഷത്തെ നിങ്ങൾ സ്പീഡിന് സംഭവിക്കണം, എത്രയും പെട്ടെന്ന് സംഭവിക്കണം, ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം മറികടന്ന് സംഭവിക്കണമെന്ന്
നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ അതേ എനർജി തന്നെയാണ് നിങ്ങൾക്കും വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പം ടിൻ ഫ്ലെയിം ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ എന്താണോ അവിടെ എന്താണോ അതേ എനർജി തന്നെ നിങ്ങൾക്കും വരുന്നുണ്ട്. ഓക്കെ, കാരണം അവിടെയും ടെൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കെടുത്തതിലും ടെൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ എന്താണോ കാണിക്കുന്നത്, ചിന്തിക്കുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും അവിടെ കാണിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് ഇത്രയും സ്പീഡിന് വന്നിട്ട് കിങ് ഓഫ് സോഡാണ്. സോഡിൻ്റെ എനർജി കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തണമെന്നും ഒരു ന്യൂ ബിഗിനിങ് ഒരുപാട് മാസങ്ങളോ അല്ലെങ്കിൽ അത്രയൊന്നും കാത്തിരിക്കാൻ വയ്യ, എത്രയും പെട്ടെന്ന് നാളെ തന്നെ തിരിച്ചു വന്നെങ്കിൽ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് തുടങ്ങിയെങ്കിലെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും സ്പീഡിന് ചിന്തിക്കുന്നത്. ഓക്കെ, എന്താണ് കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? കിങ് ഓഫ് സോഡ്, നൈറ്റ് ഓഫ് ഏസ് ഓഫ് വാൻസ് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിനെയാണ്. ഓക്കെ, കിങ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് സോഡിന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ ചിന്തയാണ് കേട്ടോ. കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വന്നിരുന്നെങ്കിൽ എന്തിനു വേണ്ടി എത്ര സമയം വേണമെങ്കിലും ഒരു ചൂണ്ടയിടുന്ന വ്യക്തി എത്ര സമയം വേണമെങ്കിലും ആ ഒരു ഇതിൽ ചൂണ്ടയിലേക്ക് മീൻ പിടിക്കുന്നതിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾ എത്ര ക്ഷമയോടെ വേണമെങ്കിലും കാത്തിരിക്കാം. നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ട്, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആരും ആവാം കേട്ടോ, ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് പേരൻസ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ടുകാരനായിരിക്കാം, ഫീമെയിലിൻ്റെ സ്വഭാവമുള്ള കൂട്ടുകാരൻ. ഫീമെയിലിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് കുറ്റങ്ങളും കുറവുകൾ നിങ്ങളെ പറ്റിയുള്ള കൊതിയും നുണയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരനുണ്ടെങ്കിൽ ആ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പ്രണയത്തിലൊരു ഗ്രോത്തിന് വേണ്ടിയിട്ട്. കാരണം ഈ ഒരു ടാങ്കിൽ മത്സ്യമാണ് ഇരിക്കുന്നത്. മത്സ്യം എപ്പോഴും ഗ്രോത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഒരു ലവ് ചിഹ്നമാണ് കിടക്കുന്നത്. വാട്ടർ ആകുമ്പോൾ നല്ല ഇമോഷൻ, സ്നേഹമായിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് നിങ്ങൾ ഇന്നലെ ഓർത്തത്. എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ വന്നിരുന്നാലും സ്റ്റേബിളായിട്ട് അപ്പുറത്തൊരു മല കാണുന്നുണ്ട്. അപ്പോൾ എത്രയും സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻ നിങ്ങൾ ലഭിക്കണമെന്ന് സമയം ഒരുപാടാവുന്നുണ്ടോ? ഏറ്റവും നല്ലൊരു റിലേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സമയമെടുത്ത് കാത്തിരിക്കാനും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, വീണ്ടും സോഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്, അല്ല, 6 ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അനങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാരണം അനങ്ങാൻ വയ്യാത്ത അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം മുമ്പിലോട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ചിന്തയില്ല. നിങ്ങളിപ്പോൾ ഐസൊലേഷനായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എത്രയൊക്കെ പോസിറ്റീവ് എനർജി പറഞ്ഞു തന്നാലും, എത്രയൊക്കെ അഫർമേഷൻ പറഞ്ഞു തന്നാലും, നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നാലും അതൊന്നും ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങളുടെ കൈയും കാലും എല്ലാം കെട്ടി നിങ്ങൾ വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളടുത്ത് സെൽഫ് ലവ് ചെയ്യണമെന്ന് പറയും, എക്സസൈസ് ചെയ്യണമെന്ന് പറയും. ചിലപ്പോൾ അത് ആ ഒരു സമയത്തേക്ക് ചെയ്യുമായിരിക്കും, പിന്നെ അതിനൊരു കണ്ടിന്യൂറ്റി കാണത്തില്ല. നിങ്ങളത് അപ്പോഴേ എടുത്ത് മാറ്റിയിട്ട് വീണ്ടും നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കൊണ്ട് ചുമ്മാ കണ്ണും കൈയും കെട്ടി നിങ്ങൾക്കൊന്നും ചെയ്യണ്ട, ഒന്നും കാണണ്ട, മുന്നോട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ചിന്ത വേണ്ട, പേഴ്സണെക്കുറിച്ച് മാത്രമുള്ള പേഴ്സൺ വന്നെങ്കിൽ എന്ന് മാത്രം ചിന്തിച്ച് നിങ്ങൾ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പ്രവർത്തിക്കാതെ നിങ്ങൾക്കൊന്നും ലഭിക്കില്ല. നിങ്ങൾ അഫർമേഷൻ ചെയ്തിരുന്നാലും നിങ്ങൾ എഴുന്നേറ്റ് പ്രവർത്തിക്കാതെ, ഹാർഡ് വർക്ക് ചെയ്യാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നും തന്നെ ലഭിക്കത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. സണ്ണാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന അന്ധകാരങ്ങളെ മാറ്റിക്കൊണ്ട് ഒരു ലൈറ്റ് വരികയാണ്. നിങ്ങളുടെ ഇമോഷനെല്ലാം സ്റ്റേബിൾ ആകുകയാണ്.
ഓക്കെ, നിങ്ങൾ ഇത്രയും നാൾ ഒരു കത്തിക്കുള്ളിലാണ്, അത്രയും പെയിൻഫുള്ളായിട്ട് സിറ്റുവേഷൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ വരിക തന്നെ ചെയ്യും. പക്ഷേ അതിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, നിങ്ങൾ അഫർമേഷൻ ചെയ്യണം, സെൽഫ് ലവ് ചെയ്യണം. ഇതെല്ലാം ചുമ്മാ പറയുന്നതല്ല. നിങ്ങളുടെ ഈ എലിമെൻസും സോഡിയക് സൈനും ഒക്കെ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സോഡിയക് സൈനും കാര്യങ്ങളെല്ലാം പറയുന്നത് നിങ്ങൾ അവിടെ പൂജ ചെയ്യണം, ഇപ്പോൾ 1,00,000 രൂപയുടെ പൂജ ചെയ്യണം, ഇവിടെ പൂജ ചെയ്യണം എന്നൊന്നും അല്ല സോഡിയക് സൈൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുക, നിങ്ങൾക്ക് ഹെൽത്ത് കൊണ്ടുവരിക, നിങ്ങളിൽ ഏറ്റവും വൃത്തി കൊണ്ടുവരിക, പിന്നെ നിങ്ങളുടെ സൗന്ദര്യത്തിലായാലും ശരി, നിങ്ങളെപ്പോഴും ഹാപ്പി ആയിരിക്കുക, ചിരിച്ച് സന്തോഷിച്ച് തന്നെ. ഇപ്പോൾ ഒരു വിഷമമാണ്, നിങ്ങൾക്കിപ്പോൾ 1,00,000 രൂപ നിങ്ങൾക്ക് ഒരാൾ തരാനുണ്ട്, ഓക്കെ, അത് പോസിബിൾ അല്ല. ഒരു വിഷമം വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരിക എന്നുള്ളത് പോസിബിൾ അല്ല. പോസിബിൾ അല്ലാത്ത കാര്യത്തിനെ പോസിബിൾ ആക്കിയെടുക്കുന്നതിലാണ് നിങ്ങൾ മജീഷ്യനാവുന്നത്. ഓക്കെ, നിങ്ങൾ മജീഷ്യൻ ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണോ പോസിബിൾ അല്ലാതിരിക്കുന്ന ആ ഒരു പോസിബിൾ അല്ലാത്ത കാര്യത്തിനെ നിങ്ങൾ പോസിബിൾ ആക്കിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പ്രണയം തിരിച്ചു വരുള്ളൂ. അപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾക്കിപ്പോൾ കുറച്ച് പൈസ കിട്ടാനുണ്ട്. ഓക്കെ, പേഴ്സൻ്റെ കാര്യം വിടുക. നിങ്ങൾക്കിപ്പോൾ കുറച്ച് പൈസ കിട്ടാനുണ്ട്, നിങ്ങൾ കുറച്ച് കടത്തിലാണ്, ഒരു 10,00,000 രൂപയുടെ കടത്തിലാണ് എന്ന് ചിന്തിക്കുക. അപ്പോഴത്തേക്ക് നിങ്ങളിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ 10,00,000 കടം തീർക്കാനും പറ്റത്തില്ല. നിങ്ങളുടെ ആരോഗ്യവും നശിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ BP കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. കാരണം ടെൻഷനാണ്. ടെൻഷൻ കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ടും നിങ്ങൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ആ ഒരു പൈസയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് കൊടുത്തു തീർക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിന് പകരം ഞാനത് ചെയ്യും, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയും, ആ ഒരു കാര്യം 10,00,000 എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് ആരോഗ്യമുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്, ആരോഗ്യമുള്ള ഒരു ശരീരവും ഉറപ്പുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ ഞാൻ ഇത് കടന്നു തന്നെ ചെല്ലും എന്നുള്ള ചിന്ത വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി തന്നെ, എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ വിശ്വാസം ഒരിക്കലും അത് ആർക്കും തകർത്ത് എറിയാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പേഴ്സൺ എന്നിൽ തന്നെ വരും, എൻ്റെ സ്നേഹം സത്യമാണ്, ഞാൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെയോ ഞാൻ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല. എന്നെ വഞ്ചിക്കാത്ത എൻ്റെ സ്നേഹത്തെ തേടി ഒരു നാൾ എൻ്റെ പേഴ്സൺ വരിക തന്നെ ചെയ്യും. അതുവരെ ഞാൻ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും സ്ട്രോങ് ആയിട്ട് തന്നെ വയ്ക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. എക്സസൈസിലേക്ക് നിങ്ങൾ കുറേ മനസ്സ് കൊടുക്കുക. നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ എത്രത്തോളം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമോ അത്രത്തോളം നല്ലതാണ്. കാരണം ആ ഒരു ബ്ലഡ് എത്രത്തോളം വെള്ളം കോരുന്ന കണക്കാണ്. വെള്ളം കോരുമ്പോഴും അത് വൃത്തിയും ശുദ്ധിയുമായി തീരുന്നത് പോലെ നമ്മുടെ മജ്ജയിൽ നിന്നുള്ള പുതിയ പുതിയ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കുന്നതിനൊക്കെ അതൊരു കാരണമാകും. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡ് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആർക്കും വേണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള അവസരം അവർ ഒരുക്കി തരുന്നതായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ബ്ലഡ് ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കുന്നതിന് കാരണമാകും. ചിലപ്പം പൈസയൊന്നും ഇല്ലാതെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷനൊക്കെ അല്ലെങ്കിൽ ആ കറക്റ്റ് ഉള്ള പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ആ ഒരു സമയത്ത് ആശ്വാസമായി കഴിഞ്ഞാൽ അവർ ദൈവത്തെ വിളിക്കുന്ന ആ ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നത് നിങ്ങളുടെ ഈ എലിമെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബ്ലഡ് ഡൊണേഷൻ വരുന്നത് മൂണിലാണ്. മൂണ് നിങ്ങളുടെ മെൻ്റൽ പവറിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നതിനും നിങ്ങളിൽ വരുന്ന വിഷമങ്ങളെ മാറ്റുന്നതിനും ബ്ലഡ് ഡൊണേഷൻ മൂണിൻ്റെ എനർജിയിൽ പറയുന്നുണ്ട്. ഒരു റെമഡിയാണ്. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ മറ്റാരടുത്തെങ്കിലും ചോദിക്കാം. അത് വെറുതെ പറയുന്നതല്ല. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ പറയുന്നതല്ല. സെൽഫ് ലവ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇതെല്ലാം നിങ്ങളുടെ സോഡിയക് സൈനിൽ വരുന്ന റെമഡി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ആയിരിക്കുക. ഹാപ്പി ആയിരുന്നെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എത്തുകയുള്ളൂ. വിഷമിച്ചും നെഗറ്റീവ് സംസാരിച്ചും ഇരിക്കുന്നിടത്ത് ഡബിൾ മാത്രമേ വരുള്ളൂ. കാരണം കണ്ണീരിൻ്റെ മുമ്പിൽ വരുന്നതല്ല യൂണിവേഴ്സ്. മാലാഖ ഒരിക്കലും
കണ്ണീരിൻ്റെ മുമ്പിൽ വരത്തില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, കണ്ണീരിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ചിറകറ്റ് പോകും. അത് കാരണം മാലാഖ ഒരിക്കലും നിങ്ങളുടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വരത്തില്ല. നിങ്ങൾ നൃത്തം ചെയ്യുക, ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ 2 പാട്ടിട്ടിട്ടെങ്കിലും തുള്ളിച്ചാടുക. ഓക്കെ, നിങ്ങളുടെ വിഷമം ഇപ്പം നല്ല രീതിയിൽ വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളൊരു അടിപൊളി പാട്ടിട്ടിട്ട് നല്ല രീതിയിൽ തുള്ളിച്ചാടുക. വീട്ടുകാരെന്ത് പറയുന്നു അതൊന്നും നിങ്ങൾക്ക് ഒരു മൈൻഡും വെക്കേണ്ട. നിങ്ങൾ സന്തോഷിക്കുക. വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് സന്തോഷിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എപ്പോഴാണ് റീച്ച് ഔട്ട് ആവുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റാണ്, മറ്റേ സോഡിയക് സൈൻ വെച്ച് നോക്കുന്നതല്ല. ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ബ്ലോക്ക്, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒന്നും കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്നറിയത്തില്ല. ഏറ്റവും പവർ ലഭിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇത് ചിലപ്പോൾ റെസനേറ്റ് ആകൂ. നിങ്ങൾ ഒരുപാട് എനർജി അയക്കുക, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുക. ഈ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ ബ്ലോക്ക് മാറുക, നിങ്ങളിലേക്ക് സംസാരിക്കുക, നിങ്ങളുമായിട്ട് മിണ്ടുക, കാണാൻ വരിക. അത് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിന് ഏറ്റവും കറക്റ്റ് ഈ ഒരു പറയുന്ന കാര്യത്തിൽ മുന്നോട്ടോ പിറകോട്ടോ പോകാതെ വണ്ണം ഏറ്റവും കറക്റ്റായിട്ടൊരു റിസൾട്ട് ലഭിക്കണമേ പ്ലീസ്. താങ്ക് യു യൂണിവേഴ്സ്. റിസൾട്ട് ലഭിച്ചതിനായി നന്ദി. താങ്ക് യു. ചില വ്യക്തികൾക്ക് കുറച്ച് ദിവസങ്ങൾക്കകം വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ദിവസങ്ങളാണ്. കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നതായിരിക്കും, മെസ്സേജ് വരുന്നതായിരിക്കും, കോള് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരുന്ന കാര്യത്തെക്കുറിച്ച് ഒരു സംശയമുണ്ട്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാണാൻ വരുന്നത്, മെസ്സേജ് അല്ലെങ്കിൽ കോള് വരുന്നത് കുറച്ച് ദിവസത്തിനകം തന്നെ വരും. കാണാൻ വരുന്നത് 1 മാസത്തിനകം. 1 മാസമാണ്. ആ 1 മാസത്തിനകം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വന്ന് കണ്ടിരിക്കും. ഓക്കെ, ഇതാർക്ക് റെസനേറ്റ് ആകുന്നു എന്നറിയത്തില്ല. റെസനേറ്റ് ആകുന്നവർ ക്ലെയിം ചെയ്യുക. മെസ്സേജ് കോള് വരും, പക്ഷേ കാണാൻ വരത്തില്ല. കുറച്ച് ദിവസത്തിനകം മെസ്സേജോ കോളോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും കുറച്ച് മാസങ്ങൾ, ചിലപ്പോൾ 1 മാസമായിരിക്കും, അല്ലെങ്കിൽ 2 മാസമായിരിക്കും, കൂടുതൽ പോകത്തില്ല. മാസങ്ങൾക്കകം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. ഓക്കെ, ഈ മാസം ഏറ്റവും ഇവിടെ ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്, ദിവസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 7 ദിവസമായിരിക്കാം, അല്ലെങ്കിൽ 1 മാസത്തിനകം. ഓക്കെ, ഈ ഒരു കോളും ഇതും വരുന്ന 1 മാസത്തിനകം. ഇതാകുമ്പോൾ മാസങ്ങൾ 12 മാസത്തിനകം. ഓക്കെ, ഈ 12 മാസത്തിനകം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട റെമഡികൾ ചെയ്യുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. ഏറ്റവും കൂടുതൽ നല്ലത് അഫർമേഷനാണ്. നിങ്ങൾ അഫർമേഷൻ ചെയ്ത് സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 12 മാസം എന്നൊക്കെ പറയുന്നത് 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരും. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂലി കിട്ടുകയുള്ളൂ. യൂണിവേഴ്സ് വെറുതെ ഇരിക്കുന്നവർക്ക് കൂലി കൊടുക്കുന്നില്ല. എന്തായാലും വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം കൂലി കൊടുക്കാൻ നിൽക്കുന്ന വ്യക്തിയാണ് യൂണിവേഴ്സ്. അത് കാരണം നിങ്ങൾ അഫർമേഷൻ ചെയ്യുകയോ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, അഫർമേഷൻ ചെയ്യണം തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഓക്കെ, അഫർമേഷൻ ചെയ്യുക തന്നെ നിങ്ങൾ ചെയ്യണം. ചെയ്യേണ്ട രീതി ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചെടിയുടെ കാര്യം നിങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് ചെയ്യാം. അത് അറിയാൻ വയ്യാത്ത വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ അത് പവർഫുള്ളാവുന്നത്. നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ 12 മാസം എന്നുള്ളത് 1 മാസത്തിനകം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നതായിരിക്കും. ഇത് ചിലപ്പം 1 മാസത്തിൽ 31 ദിവസമുണ്ട്. ആ ഒരു 31 ദിവസത്തിനകം ദിവസം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തിനകം നിങ്ങൾ നാളെ തന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വരണമോ, നിങ്ങൾ അത്രയും പവർഫുള്ളായിട്ട് തന്നെ നിങ്ങളുടെ ജോലി ചെയ്യുക. ജോലി ചെയ്യാതെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂലി തരുന്നതല്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ബെൽ ബട്ടണും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലോട്ട് വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബെൽ ബട്ടണൊന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മളിവിടെ റീഡിങ് ചെയ്തുകൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മളും ജോലി ചെയ്യുന്നതിനനുസരിച്ച് നമുക്കും ബെൽ ബട്ടൺ കിട്ടാൻ നിങ്ങൾ ഒരു സബ്സ്ക്രൈബിലോട്ട് ഒരു ടച്ച് ചെയ്താൽ മാത്രം മതി. അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
താങ്ക് യു. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലുണ്ടായിരിക്കട്ടെ.